നബിയെ മനസ്സിലാക്കൂ എന്നാൽ മനസ്സിലാക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കലാണ്. വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസൽ ലൗ അൻഹു ബിൽ ഹുലുമി മൗലാ യസല്ലി വസല്ലിം ദായിമൻ അബദാ ലിൽ ഖൽഖി കുല്ലിഹിം. നിന്റെ ബാഹ്യം നീ കഴുകിയിട്ട് ആന്തരം കഴുകാൻ ഇറങ്ങണം. ആദ്യം ബാഹ്യം കഴുകണം, പക്ഷേ ബാഹ്യം കഴുകുന്നതിൽ നിർത്തരുത്. എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ഒളു കൊടുക്കണം. ഞാൻ ഒളു കൊടുത്തു. ലൂറിന് നേരമൊന്നുമല്ല, ഞാൻ ദായിമുൽ ഉളൂകാൻ തീരുമാനിച്ചു നോക്കി. ഈ കൊല്ലം റബീഉൽ അവ്വൽ 29 ഒരു പ്രതിജ്ഞ ചെയ്യണം. ഈ സദസ്സിലുള്ളവർ എന്റെ ആയുസ്സിൽ ഞാൻ ഉളു ദായിമാക്കും. നമ്മൾ ഈ ലോകത്തെ ഒരു കാര്യത്തിൽ ബേജാറാവേണ്ട, കാര്യങ്ങളെല്ലാം അല്ലാഹു ഏറ്റത്. അപ്പൊ നമ്മുടെ പണി എന്താ? നമ്മുടെ പണി എന്താ? നമ്മുടെ പണി അല്ലാഹുവിൽ ഷാഗിലാണ്, അല്ലാഹുവിൽ ജോലിയാവുക. അവന്റെ ദിക്റിൽ, അവന്റെ ദിക്റിൽ ആവുക, അവന്റെ ശുക്രിൽ ആവുക. അല്ലാഹ് എന്ന ഒരു കാര്യം ഒരു സെക്കൻഡ് ഒരു അബദിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. തന്നെ അവിടെ അങ്ങോട്ട് സെൻട്രലൈസ് ചെയ്യാം, അതിനങ്ങോട്ട് കെട്ടിടണം. കൽബ് അവിടെ നിൽക്കൂല. എന്തുകൊണ്ട്? കൽബ അതിങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിന് കൽബ് എന്ന് പേരിട്ടത്. വളരെ ചിന്തിക്കണം. 1000 ഫാത്തിഹ നമ്മൾ ഓതും, ഒരു ഫാത്തിഹയിൽ പോലും അല്ലാഹു നമ്മളെ കൽബിലുണ്ടാവില്ല. 1000 ഫാത്തിഹ ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു ഫാത്തിഹ അല്ലാഹു എന്ന ചിന്തയിൽ ഓതില്ല. ഒരു ചിന്ത ഉണ്ടാവില്ല. നമ്മളെ കച്ചവടം, നമ്മളെ ഏർപ്പാടും അതിലിങ്ങനെ കളിക്കും, നാവ് ഇങ്ങനെ പറയും, കൽബ് വേറെ പണിയെടുക്കും. മനസ്സിലായില്ലേ? ഒന്നും നടക്കില്ല. കാളവണ്ടി എന്ന് പറയും. ഒരു മൂരി ഒരു ഭാഗത്തേക്ക് വലിച്ചു, ഒരു മൂരി ഒരു ഭാഗത്തേക്ക് വലിച്ചാൽ ആ കാളവണ്ടി പോവില്ല. 2 മൂരികളും ഒരേ ഭാഗത്ത് വലിക്കാം. മനസ്സിലായില്ലേ? നീയാവുന്ന ആ കാളവണ്ടിയിൽ നീയാവുന്ന 2 എണ്ണം ഉണ്ട്. ഒന്ന് നിന്റെ നാവാണ്, നിന്റെ ജസദാണ്. ഒന്ന് നിന്റെ കൽബാണ്. നാവ് റബ്ബിന്റെ ദിക്റിലായി, പക്ഷേ കൽബിന് ആ പണിയില്ല. വളരെ ചിന്തിക്ക്. നീ 1/2 മണിക്കൂർ നിസ്കരിച്ചു, അണ്ണാക്കൊക്കെ നല്ല ക്ലിയറാക്കി ഒച്ചങ്ങട്ട് സ്വാദും ലാദും ഒക്കെ വെളിവാകാൻ വേണ്ടിയിട്ട് ഈ നല്ല എന്താ പറയാ കുരുമുളകിന്റെ കഷായമൊക്കെ കുടിച്ച് സ്വാദും ലാദും പിന്നെയോ പിന്നെ നേരം വിളിക്കാൻ കാലത്ത് താജ് നിസ്കരിച്ചിട്ട് കാലൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോമ്പറ്റ് എന്നിട്ട് വൈകുന്നേരം 10 ഒക്കെ ചുറ്റും നോമ്പ്. സമയം അങ്ങനെ കഴിഞ്ഞു. കൽബിലാരില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സലാം വീട്ടുന്നതിനിടയിൽ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു പോയി. ആ 25 മിനിറ്റിനുള്ളിൽ ഒരു വട്ടം പോലും അല്ലാഹ് കൽബിൽ വന്നില്ല. ഒരാൾ 2 മിനിറ്റ് നിസ്കരിച്ചു, ആ 2 മിനിറ്റിനും അല്ലാഹ് അല്ലാത്തൊന്നും കൽബിലില്ലെങ്കിൽ ആരാ വിജയിച്ചവൻ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. 25 മിനിറ്റ് ചെലവഴിച്ച നിസ്കാരം. അല്ലാഹു അക്ബർ. പിന്നെ എങ്ങനെ അണ്ണാക്കിന് ഒച്ചുണ്ടാക്കിയൊക്കെ ഉഷാറാക്കി പാർട്ടിയോടി പാർട്ടി കഴിഞ്ഞു. അള്ളാഹ് മനസ്സിൽ വന്നില്ല. പിന്നെ സൂറത്തോടി അള്ളാഹ് കൽബിൽ വന്നില്ല. സുബ്ഹാന റബ്ബിയൽ അസീം അബിഹംദിhi 3 വട്ടം ഇതിനപ്പുറം പറഞ്ഞു. അള്ളാഹ് കൽബിൽ വന്നില്ല. നാവ് ഇങ്ങനെ പറയും, കൽബ് കച്ചവടത്തില. അവിടെ ശൈത്താൻ ജയിച്ചു. എന്തുകൊണ്ട്? എന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഇങ്ങനെ ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചെല്ലും, അല്ലെങ്കിൽ ഇങ്ങനെ ചെല്ലും. എങ്ങനെയെങ്കിലും അവനിലേക്ക് ഞാൻ പ്രവേശിക്കും എന്ന് ഇബ്ലീസ് പറഞ്ഞു. അവരിലേക്ക് ഞാൻ പ്രവേശിക്കും. മിൻ ബൈനി അയ്ദീഹിം, ഒന്നിരിക്കൽ മുന്നിലൂടെ, അല്ലെങ്കിൽ പിന്നിലൂടെ. മുന്നിൽ കഴിയില്ലെങ്കിൽ പിന്നിലൂടെ പോകും.
മനസ്സിലായില്ലേ? നിസ്കാരം മുടക്കാൻ ഇബ്ലീസിന് കഴിയില്ല. അപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്ത്? ജസദിനെയും കൽബിനെയും രണ്ട് വഴിക്കാക്കി. ജസദ് ഒരു വഴിക്കും കൽബ് ഒരു വഴിക്കും. അരമണിക്കൂർ ഓതി നിസ്കരിച്ച്, പക്ഷെ ഒരു വട്ടം പോലും അള്ളാഹുവിൽ കൽബിൽ അള്ളാഹ് വന്നില്ല. അള്ളാഹു കൽബിൽ വന്നതേയില്ല. മനസ്സിലായേ? ചിന്തിക്കണം. അൽക്കഫ് ഒരു വട്ടം ഓടി, അൽക്കഫ് 2 വട്ടം ഓടി, അൽക്കഫ് 3 വട്ടം ഓടി. എന്നാൽ ഇതിനിടയിൽ അല്ലാഹ് കൽബിൽ വന്നതില്ല. 3 വട്ടം അൽക്കഫ് ഓടി, ഒരു വട്ടം പോലും കൽബിൽ അല്ലാഹു വന്നില്ല. മനസ്സിലായോ? അതിനേക്കാൾ നല്ലത് നിനക്ക് 10 ആയത്ത് തരാം അള്ളാഹുവിന്റെ കൽബിൽ വെച്ചിട്ട്. ഇത് ചിന്തിക്കണം. നമ്മൾ വലിയ പരാജിതരാണ്. പണിയെടുക്കും, കൽബിൽ ആരില്ല. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. വജ്ജഹ്തു ഞാൻ മുന്നിട്ടു എന്നാ പറഞ്ഞത്, അല്ലാതെ വജ്ജഹ ലിസാനി എന്റെ നാവ് മുന്നിട്ടു എന്നല്ല. ഇപ്പോൾ നമ്മൾ മുന്നിട്ടിട്ടില്ല, നാവ് മാത്രമാണ് മുന്നിട്ടത്. മനസ്സിലായില്ലേ? ഒരുത്തനെ ഒരു കച്ചവട പീടികയിൽ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ മൊബൈലിൽ കളിക്കുന്നുണ്ട്. മൊബൈൽ കളിച്ചുകൊണ്ട് കച്ചവട പീടികയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് ആത്മാർത്ഥമായി അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ വന്നാൽ 2 വട്ടം വന്നാൽ പിന്നെ ആ പീടിക ഒരാൾ കയറില്ല. ഞാൻ അറിയുന്ന ഒരു കോഴിപ്പീടിയുണ്ട്. ഒരു കോഴി വേണമെന്ന് പറഞ്ഞാൽ ഓൻ കളിച്ചുകൊണ്ടിരിക്കാൻ മൊബൈലിൽ, പിന്നെ ഓൻ അവിടെ എണീക്കണമെങ്കിൽ 15 വരും. അവസാനം ഞാൻ ആ പീടിക കയറാതെ. എന്തുകൊണ്ട്? മനസ്സിലായില്ല. ഇവന് ശ്രദ്ധ എന്തില്ല. ഇങ്ങനെ എന്നെ പോലെ പല ആളുകളും കയറാതെ വെച്ചിട്ടുണ്ടാവും. മനസ്സിലാവണില്ലേ? ചിന്തക്ക് എന്തുകൊണ്ട്? ഇവന്റെ കൽബൊരു ഭാഗത്തും ഇവന്റെ ജസദൊരു ഭാഗത്തുമാണ്. കച്ചവടത്തോട് നീതി പുലർത്താൻ അവന് കഴിയുകയില്ല. നീതി പുലർത്തുന്നവനോ ഉറക്കില്ല, ഉണർച്ചല്ല, പ്രശ്നമില്ല. വേറൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഫുൾ ടൈം കച്ചവടക്കാരനാ. രാത്രി 12 മണിക്ക് പീടി അടച്ചിട്ട് കണക്കൊക്കെ എഴുതി വെച്ച് കിടക്കാൻ 2 മണിയാവും. 4 മണിക്ക് ആദ്യം എണീറ്റ് സുബഹിക്ക് കച്ചവടം തുടങ്ങുമ്പോൾ അവിടെ വന്നിരുന്നിട്ടുണ്ടോ ആകെ 2-2.5 മണിക്കൂറാവും. ക്ഷീണമല്ല. എന്തുകൊണ്ട്? അവന്റെ കൽബും ജസദും ഒരു വഴിക്ക. നമ്മൾ ഒരു കാര്യത്തിൽ വിജയിക്കണം. എന്താ വിജയിക്കേണ്ടത്? നമ്മൾ അല്ലാഹു എന്ന ദിക്റിലേക്ക് കൽബിനെ വലിച്ചു കൊണ്ടുപോകും. പണിയാ. അവിടെ ഒരു കെട്ടണം. അല്ലാഹു അല്ലാഹു അല്ലാഹു. മനസ്സോടുകൂടെ അല്ലാഹു 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 അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട അബുൽ ഹുസൈൻ അൽ ഫാരിസി തങ്ങളിൽ നിന്ന് ഇമാം ഖുശൈരി തങ്ങൾ തന്റെ റിസാലയിൽ ഉദ്ധരിക്കുന്ന ഒരു കാര്യം പറയാം. ലാ യകൂനുൽ ആരിഫു ആരിഫൻ ഹത്താ ലൗ ഉഅതിയ മിസ്ല മുൽക്കി സുലൈമാൻ ലം യുശ്ഗിൽഹു അനില്ലാഹി അസ്സ വജല്ല തുർഫത ഐനി. ഒരാൾക്ക് അല്ലാഹുവിൽ ആരിഫാകണമെങ്കിൽ അല്ലാഹുവിനെ അറിയുന്നവൻ ആരിഫ്. അറിയുക എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നറിയുക. അള്ളാഹുവിനെ അറിയില്ല എന്ന് അറിയലാണ് അറിയൽ. മുത്തുനബിയെ അറിയില്ല എന്ന് അറിയലാണ് അറിയൽ. അള്ളാഹുവിനെ, അള്ളാഹിന്റെ പ്രധാനപ്പെട്ട അബ്ദിനെയും ഒരാൾക്ക് അറിയൂല. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ ഒരിക്കലും ഒരാൾക്ക് അറിയില്ല. പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അബ്ദുണ്ട്. ആ അബ്ദിനെ പൂർണ്ണമായി തുറക്കാൻ നമ്മളെ ശക്തൻ കഴിയില്ല. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫാനെ തന്നെ അറിയില്ലെങ്കിൽ പിന്നെ അള്ളാഹിനെ അറിയുന്നത് എങ്ങനെ? وكيف يدرك في دنيا حقيقته قوم نيام تسلوا عنه بالعلم. എങ്ങനെ ഈ അശ്രദ്ധനായ ജനതയ്ക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയും? മുഹമ്മദ് മുസ്തഫയുടെ യാഥാർത്ഥ്യം തന്നെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ജല്ല ജലാലായ റബ്ബിനെ എങ്ങനെ അറിയും? അപ്പോൾ പിന്നെ റബ്ബിനെ അറിയൽ എങ്ങനെയാ? വൽ അജ്സു അൻ ദർകിൽ ഇദ്റാകു. അല്ലാഹുവിനെ അറിയില്ല എന്നറിയലാണ് അറിവ്.
മനസ്സിലായില്ല. അള്ളാഹുവിനെ അറിയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ അറിയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയില്ല എന്നറിയൽ. അറിയില്ല എന്നറിയൽ, അറിയലും അറിയില്ല എന്നറിയലും രണ്ടാണ്. ഒരാൾക്ക് അറിയില്ല എന്നതും ഒരാൾക്ക് അറിയില്ല എന്ന് മനസ്സിലാകലും രണ്ടാണ്. അള്ളാഹുവിലേക്ക് തീരെ തിരിയാത്തവന് അള്ളാഹിനെ അറിയില്ല. അള്ളാഹുവിലേക്ക് തിരിഞ്ഞവന് അള്ളാഹുവിനെ അറിയില്ലെങ്കിലും അറിയാൻ കഴിയില്ലെന്നറിയും. മറ്റൊന്നും അറിയില്ല. മനസ്സിലായില്ല. അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാത്തവനും ചിന്തിച്ചവനും ഒരുപോലെയാണ്. ചിന്തിച്ചവന് തീരെ അറിയില്ല, ചിന്തിച്ചവനും. ചിന്തിച്ചവന് അല്ലാഹ് എന്ന് റബ്ബ് ജല്ല ജലാലായ ആ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. പക്ഷേ ഒരായുസ് അവൻ ചെലവഴിച്ചു, എന്നിട്ട് അവൻ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഒരു വിഷയം തീരെ പഠിക്കാത്ത ഒരാൾ, വേറൊരാൾ എനിക്കത് പഠിക്കാൻ കഴിവില്ലെന്ന് മനസ്സിലായി. ഇവർ രണ്ടാളും രണ്ട്. ഒരാൾ അധ്യാപകൻ കൊടുത്തത് പഠിച്ചതേ ഇല്ല, ഒരാൾ അതെനിക്ക് പഠിക്കാൻ കഴിയില്ലെന്നറിഞ്ഞു. അതും അറിവാണ്, അതാണ് അറിവ്. മനസ്സിലായില്ലേ? വേറൊരു പണി നമുക്കില്ല. നമ്മളെ പണി അല്ലാഹുവിലും റസൂലിലും ദാഖിലാകൽ. ഞാൻ നിങ്ങൾക്കൊരു ഒറ്റ മൂലി പറഞ്ഞു തരാം. അല്ലാഹ് എന്ന ചിന്തയോടുകൂടെ ഒരു ഫാത്തിഹ ഓതിയിട്ട് മനസ്സാന്നിധ്യത്തോടെ നീ ഒരു ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടോ? ദുആകൾക്ക് ഉത്തരമില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഖൽബിൽ ആരില്ല? പറ, ആരില്ല? അല്ലാഹുവില്ല. തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മൾ സറണ്ടറായി. പക്ഷേ സറണ്ടർ ആയപ്പോഴും സറണ്ടർ ആയില്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. സറണ്ടർ ആയപ്പോഴും സറണ്ടർ ആയില്ല. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ ആദ്യം കക്കുകയില്ല മോഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് സത്യവാചകം ഏറ്റു ചൊല്ലുന്ന മന്ത്രിക്ക് ആ നേരത്തെങ്കിലും ഒരു അന്തമുണ്ട്. അപ്പോഴെന്താണല്ലോ മനസ്സിലായില്ല. ഞാനിപ്പോൾ സത്യവാചകമാണ് ചൊല്ലുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ നികുതി പണത്തിൽ റവന്യൂ പണത്തിൽ കൈയിട്ട് കക്കുകയില്ല, കൈക്കൂലി വാങ്ങുകയില്ല എന്നാണ് അയാൾ സത്യവാചകം അള്ളാന്റെ നാമത്തിൽ എന്ന് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കക്കണോൻ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താലും ദൃഢപ്രതിജ്ഞ ചെയ്താലും ഒരുപോലെയാണ്. പിന്നെ നല്ലത് ദൃഢപ്രതിജ്ഞ ചെയ്യാൻ. കക്കാൻ തീരുമാനിച്ച മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുറത്തു പറയേണ്ട, ഞാൻ അടക്കേണ്ട, അറിയാതെ പറഞ്ഞു പോണതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കും. വളരെ ഏറ്റവും ചുരുങ്ങിയത് ആ സത്യവാചകം ചൊല്ലണ നേരത്തെങ്കിലും ഇയാൾക്കൊരു മനസ്സാന്നിധ്യം വേണം. നമുക്ക് അതുമില്ല. കച്ചവടം തുടങ്ങി. പിന്നെ നമ്മളെല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്, എന്ത് ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്ത ഉത്തരം കിട്ടും. നമ്മൾ ജീവിതത്തിൽ മുഴുവൻ ഫർദ് നിസ്കാരത്തിൽ ദുആ ചെയ്തു ഉത്തരമല്ല. എന്തുകൊണ്ട്? തക്ബീറത്തുൽ ഇഹ്റാമിൽ മനസ്സാന്നിധ്യം ഉണ്ടായിട്ടില്ല, വജ്ജഹത്തു തീരുണ്ടായിട്ടില്ല. വജ്ജഹത്തുലെങ്കിലും കാണിക്കണ്ടേ? ഞാൻ അല്ലാഹുവിലേക്ക് മുന്നിട്ടു. ഇപ്പോൾ അവിടെ മനസ്സാന്നിധ്യം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പരമാവധി അത് പൂർത്തിയാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഇവിടെ പിശാചിന് ജയിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരുന്നതിൽ തടയുന്ന കാര്യത്തിൽ പിശാച് ജയിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. തല കൊടുത്ത് ചിന്തിക്കുക, തല കൊടുത്ത് ചിന്തിക്കുക. لا يكون العارف عارفا والعارف عارف إلا حتى لو أعطي مثل ملك سليمان لم يشغله عن الله طرفة عين. സുലൈമാൻ നബിയുടെ അത്ര സമ്പത്തും അധികാരവും അയാൾക്ക് നൽകിയാൽ പോലും ലം യുശ്ഗിൽഹു, അത് അയാളെ തെറ്റിത്തിരിക്കുകയില്ല. അനില്ലാഹ്, അല്ലാഹുവിനെ തൊട്ട് തുർഫത ഐനിൻ, ഒരു കൺദൃഷ്ടി തുറന്ന് അടക്കുന്ന സമയം പോലും അയാൾ ആരിൽ നിന്ന് ഏത് ചിന്തയെന്ന് തെറ്റൂല. അപ്പോഴാണ് ആരിഫാവും. അതാണ് ആരിഫാവ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ അവസ്ഥ എത്താൻ കഴിഞ്ഞു ആരിഫ. അതായത് സദാസമയവും ആരേ ഉള്ളൂ? അല്ലാഹ്. വേറെ ഒന്നും മനസ്സിലില്ല. അല്ലാഹ്. അത് ഉണർച്ചയിൽ അല്ലാഹു ഉണ്ടെങ്കിൽ ഉറക്കിൽ അല്ലാഹു ഉണ്ടോ? 55 കൊല്ലം മുമ്പ് നാദാപുരത്തിനടുത്ത് പന്തിരിക്കരക്കും അടുത്ത് ഒരു മഹല്ലില് ദർസുൽ ഖാനത്തിന് ഖുത്ബി മുഹമ്മദ്, വലിയ ആരിഫായിരുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെയും ഈ ഉമ്മത്തിന് വെളിച്ചം നൽകിയതിൽ മഹാനായ വാഫഖ് തങ്ങളെയും ആ നാട്ടുകാർ ദർസുൽ ഖാനത്തിന് വേണ്ടി കൊണ്ടുപോയ കഥ ആ നാട്ടുകാരനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പലവട്ടവും.
അവിടുത്തെ ചില ആളുകളെ വ്യക്തിപരമായി ഞാൻ അറിയും, ഇപ്പോഴും അറിയും. ഇങ്ങനെ കൊണ്ടുപോയി പഴയ കാലം 55 കൊല്ലത്തിനേറെ 60 കൊല്ലത്തിനൊക്കെ അടുത്തായിട്ടുണ്ടോ സംഭവം. അങ്ങനെ ഉണ്ടായി. രാത്രി സമ്മേളനം നടന്നു, ദർസുൽ ഖാനൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളും വാഹനങ്ങളും ഇല്ലാത്ത കാലമാണ്. പിറ്റേന്ന് നേരം എത്താൻ ബസ്സിന് പറഞ്ഞേക്കും. വാഫക്കത്തങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക. പിറ്റേ ആ രാത്രി അവിടെ താമസിച്ചു. ഒരു വിശാലമായ ഒരു കട്ടിലിൽ രണ്ടാൾക്കും പിരിച്ചു കൊടുത്തു, ഒരൊറക്കി. ആ റൂമിന്റെ മുന്നിൽ ഒരു ബാല്യക്കാരനെ നിർത്തി. ആ ബാല്യക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബാല്യക്കാരൻ വയസ്സായ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന്? കമ്മിറ്റി അയാൾ ഏർപ്പാട് ചെയ്തു, നീ അവിടെ ഇരിക്കണം. തങ്ങൾക്കോ മഹാനവർകൾക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ രാത്രി എണീറ്റാൽ ഒന്ന് തഹജ്ജുദിന് വെള്ളം കൊടുക്കാൻ, ഒന്ന് സഹായിക്കാൻ, ഒന്ന് മുസല്ല വിരിച്ചു കൊടുക്കാൻ നീ അവിടെ ഇരുന്നു. ഇവരുറങ്ങി. ഇയാൾ പറയാം ഞാൻ പുറത്തിങ്ങനെ ഇരുന്നു. എന്നാലോ കൂർക്കം വലി ഇടയ്ക്ക് കേൾക്കും. എന്നാൽ എനിക്ക് തോന്നും എന്താണ് മനസ്സിലാവണില്ല, ഇവർ ഉറങ്ങിയിട്ടില്ല. ഒരാൾ അല്ലാഹ് എന്ന് പറയും, ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു കൂർക്കം വലി മുറിയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു കൂർക്കം വലി തുടങ്ങുമ്പോൾ അല്ലാഹ് എന്നറിയും. ഒരാൾ ലാ ഹൗല പറയും, ഇന്ന് തിരുമയത്തിന് മറ്റേ അല്ലാഹ് എന്നറിയും. അപ്പോൾ എനിക്ക് തോന്നി ഇവർ രണ്ടാളും ഉറങ്ങിയിട്ടില്ല. എന്നാ ഇവരെന്താണ് ഉറങ്ങുന്നുണ്ട്? എന്തുകൊണ്ട്? ഉണർച്ചയിൽ ഇവരുടെ കൽബിൽ അല്ലാഹു ഉള്ളത് കൊണ്ട് ഉറക്കിൽ ഇവരുടെ കൽബിൽ അല്ലാഹു നിലനിർത്തി കൊടുത്തു. ഒരൊറ്റ സമയം കൽബെന്ന് അല്ലാഹുവിനെ മാറ്റി വെക്കൂ. അത് കക്കൂസ. അപ്പോൾ അവർ ഗുഫ്രാനക്കൽ ഹംദ് ചൊല്ലും. നമ്മളെ ഗുഫ്രാനക്കൽ ഹംദ് തഅബ്ബുദി മാത്രം, യഥാർത്ഥല്ല. മനസ്സിലായില്ല? കൽബിൽ നിന്ന് അള്ളാഹുവിനെ മാറ്റി വെക്കേണ്ടി വന്നത് കൊണ്ടാണ് കക്കൂസ് നിറങ്ങിയപ്പോൾ ഗുഫ്രാനൊക്കെ മാപ്പാക്കണേ പറഞ്ഞു. നമ്മൾക്ക് കക്കൂസ് പോകുന്നതിന് മുമ്പ് തന്നെ കൽബിൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും ഗുഫ്രാനൊക്കെ വേറെ പറയണം. നമുക്കൊക്കെ കക്കൂസ. മനസ്സിലായില്ലേ? എവിടെ അവർ വിജയിച്ചത്? എവിടെയാ? അവരെ കൽബിൽ നിന്ന് അല്ലാഹ് മാറിയ ഒരു നേരം ഇല്ല. ഇതിനാർക്കും കഴിയും, എനിക്കും നിങ്ങൾക്കൊക്കെ കഴിയും. എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് ഞങ്ങൾ തുടങ്ങും എന്ന കൽബ് സഞ്ചരിക്കണം. അൽഹംദുലില്ലാ, നീ ഞങ്ങളെ യോഗ്യനാക്കിയില്ലേ. സർവസ്തുതിയും നിന്റെ ഔസാഫ്, നിന്റെ ഏറ്റവും വലിയ വസ്ഫ് അർ-റഹ്മാനി റഹീം മനസ്സിൽ സഞ്ചരിക്കണം. മാലിക് യൗമിദ്ദീൻ, നീ പ്രതിഫല നാളിന്റെ ഉടമക്കാരനാണല്ലോ എന്ന് മനസ്സോടെ ചിന്തിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിനക്ക്, ഞങ്ങൾക്കുള്ളതെല്ലാം നിന്നിൽ നിന്ന് പറയാൻ കഴിയണം. മനസ്സിലായില്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണമേ. ഒരിക്കൽ പോലും ഒരു ദിവസം 17 റക്അത്ത് ഫാത്തിഹ ഓതിയിട്ട് ഒരൊറ്റ ഇഹ്ദിനയിൽ പോലും മനസ്സാന്നിധ്യമില്ലാത്ത നമ്മൾക്ക് എങ്ങനെ ഹിദായത്തുണ്ടാവും? ഈ ലോകത്തെ ഏറ്റവും വലിയ പണി അല്ലാഹു എന്ന ദിക്റിലേക്ക് കൽബിനെ കൊണ്ടേ കിട്ടലാണ്. അത് പണിയാ. അത് കയറിനെ വലിക്കേണ്ടി വരും. ഇത്ര പോന്ന കയറ് വലിയ മരത്തിൽ കെട്ടാൻ വേണ്ടി ബാപ്പ മൂരിയെ തന്നെ ഏൽപ്പിച്ച്, കഴുത്തിലുള്ള കയറ് ഇത്രയേ ഉള്ളൂ, മരം എത്ര ഉണ്ട്, എങ്ങനെ കെട്ടും? ഇനി പണിയാ. കെട്ടിയാലും അങ്ങോട്ട് എത്തൂല. എന്തുകൊണ്ട്? അവിടെ ഏറ്റവും വലിയ ആള് പിശാചാണ്. അല്ലാഹു എന്ന ദിക്റിൽ നമ്മളെ കൽബിനെ എത്താൻ പിശാച് സമ്മതിക്കുകയില്ല. അവിടെ വിജയിക്കണം. ഇന്ന് മുതൽ പരിശീലിച്ചാൽ വിജയിക്കും. നിനക്ക് നീ മതിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ആരിഫാകൽ എപ്പോഴാണ്? അയാളെ കൽബ് തെറ്റൂല. എവിടുന്ന്? അല്ലാഹു തെറ്റൂല. കക്കൂസിലില്ലെങ്കിലും ഞാൻ കക്കൂസിലായതുകൊണ്ടാണ് ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന ചിന്തയിൽ അപ്പോഴും ആഴത്തിന്റെ ആഴത്തിൽ അല്ലാഹുവിന്റെ ചിന്ത ഉണ്ട്. മനസ്സിലായില്ല? ഞാൻ അല്ലാഹുവിന്റെ ദിക്റിലായത് ഇപ്പോൾ, അല്ലാഹുവിന്റെ ദിക്റിലാകാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ എവിടെയാണ്? കക്കൂസിൽ. അവര് ബോധമുണ്ടാവും. എന്റെ കൂടെ ഇല്ലേ? ഞാൻ എന്റെ കൂടെ ഇല്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. അവിടേക്ക് നമ്മൾ എത്തണം. അതാണ് മുഹിബ്. ഇപ്പം എല്ലാവരും ഹുബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാലം. എല്ലാവർക്കും ഹുബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്, ഇഷ്കിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, നബി പ്രേമമുള്ള ആളുകളുടെ ഒരു വാട്സപ്പുകളുടെ കാലം. എല്ലാം വാട്സപ്പ്. ആഷിഖ്യങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ഒരുപാട് ആഷിഖ്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ എനിക്കിങ്ങനെ അയച്ചു തരും. ഇതിനൊക്കെ ഞാൻ
ലെഫ്റ്റായി പോവും, പിന്നെ അയച്ചാലും പിന്നെ ലെഫ്റ്റ് ആവും. എന്തുകൊണ്ട്? ഇത് നാടകം. ഏറ്റവും വിലയുള്ള സാധനം ഞാൻ അതിൽ അംഗമാണ് എന്ന് പറയാനാണ് ആളുകൾ മത്സരിക്കുക. ഉപ്പുണ്ടാവില്ല, ഉപ്പുണ്ടാവും, ഉപ്പുണ്ടാവില്ല. ഉപ്പിന് എളുപ്പമുണ്ട്. ഉപ്പിന് 50 പൈസ 75 പൈസ കൊടുത്താൽ ഉപ്പ് കിട്ടി. ഉപ്പിട്ടില്ല. ഉപ്പുണ്ടെങ്കിൽ മാരിഫത്ത് ഉണ്ടാവണം. മാരിഫത്തില്ലാതെ ഉപ്പുണ്ടാവില്ല. ആദ്യം മാരിഫത്ത് വാങ്ങണം. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? 29 റസൂലുള്ളാഹിനെ ഹബ്ബ് ചെയ്യുക ഒരു പ്രത്യേക മാസത്തിന്റെ 29 നമ്മൾ അല്ലേ? ആണോ അല്ലേ? പറയണോ ആണോ അല്ലേ? നബിയിലേക്ക് നീ ഹബ്ബുള്ളവനാകണമെങ്കിൽ നബിയെ കുറിച്ച് ആരിഫ്. ഒരു സാധനത്തെ അറിയാതെ ആ സാധനത്തെ പ്രേമിക്കാൻ കഴിയില്ല. നെയ്യപ്പം എന്ന് പറയുമ്പോൾ പ്രേമ. എൻ്റെ കുട്ടിക്കാലത്തെ ആകെയുള്ള പ്രധാനപ്പെട്ട ചായൻ്റെ അടി നെയ്യപ്പം. ഞങ്ങൾ മൂത്തടുത്തുകാർക്ക് അക്കാലത്ത് വലിയ ചായൻ്റെ കടി ഉണ്ടാക്കാനൊന്നും കഴിയൂല, അറിവില്ല. പിന്നെ 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 തന്നെയാണ് പിന്നീട് പുതിയ പുതിയ പരിഷ്കരണങ്ങൾ വന്നപ്പോഴാണ് പല ജാതി കടികളും മറ്റുമൊക്കെ പുരയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിനാണെങ്കിൽ എന്തുണ്ടാക്കുക? പൊടിയിലേക്ക് കുറച്ച് ശർക്കര കൂട്ടിയിട്ട് എന്താക്കും? പറയും നെയ്യപ്പം. ഭയങ്കര നെയ്യപ്പം ചൂടാന്ന ഭയങ്കര സംഭവം. അത് 25 അങ്ങ് എന്താണ് നെയ്യപ്പം ചൂട് ഭയങ്കര. അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ കഥ എന്ന് പറഞ്ഞതുപോലെ എന്റെ കൽബിലേക്ക് കയറി കൂടിയ ആളാണ് ആര്? നെയ്യപ്പം. എനിക്ക് നെയ്യപ്പത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് നെയ്യപ്പത്തെ അറിയും. നെയ്യപ്പത്തെ അറിയാതെ ഞാൻ നെയ്യപ്പത്തെ പ്രേമിക്കുന്നത് എങ്ങനെയാ? നെയ്യപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മരിക്കുന്ന എൻ്റെ അമ്മ വരെ ഷുഗർ ഉണ്ടെങ്കിലും നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നും കൂടി ഉണരും. കാരണം അമ്മ എത്രയോ കാലം ഉണ്ടാക്കിയതും പ്രത്യേകമായി ആ കരയിൽ നെയ്യപ്പം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യമുള്ള ആൾ എന്ന പേര് കിട്ടിയുമാണ്. ധീരവനിതയാണ് ആര്? ഉമ്മ. അമ്മക്ക് നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഒരു പ്രത്യേകമായ ഇൻട്രസ്റ്റ് വരും. ആ നെയ്യപ്പം എവിടെ എവിടെ എവിടെ? ഹംബർഗർ ഉമ്മാനോട് പറഞ്ഞു നോക്കി. ഹംബർഗർ എന്ന് ഉമ്മാനോട് പറഞ്ഞാൽ ഇവനെന്തോ തിന്നത് കയറിയിട്ട് തേട്ടിപ്പോകാണെന്ന് അമ്മ വിചാരിക്കും. ഭാഷ അമ്മക്ക് മനസ്സിലാവും. എന്തുകൊണ്ട്? ഹംബർഗർ ഹംബർഗർ എന്ന് പറഞ്ഞാൽ അമ്മക്ക് മനസ്സിലാവില്ല. പിന്നെ പിന്നെ മരിക്കാനായപ്പോഴത്തേന് ബ്രോസ്റ്റിനെ കുറിച്ച് മനസ്സിലായിരുന്നു. ഇടക്കിടക്കൊക്കെ ആരെങ്കിലുമൊക്കെ ബ്രോസ്റ്റ് ഒക്കെ അമ്മക്കും കുട്ടികൾക്കും കൊണ്ടു കൊടുക്കുമ്പോൾ അതിന് ഉമ്മയും കഴിച്ചിട്ട് പിന്നെ പിന്നെ ലാസ്റ്റ് ബ്രോസ്റ്റ് തിരിഞ്ഞിരുന്നു. എന്ത് തിരിഞ്ഞില്ല? ഹംബർഗർ. നെയ്യപ്പം എവിടെ? ഹംബർഗർ. എന്തുകൊണ്ട്? നെയ്യപ്പത്തിന് അമ്മക്ക് അറിയും, അതുകൊണ്ട് പ്രേമുണ്ട്. ഹംബർഗർ അമ്മക്ക് അറിയില്ല, അതുകൊണ്ട് പ്രേമമില്ല. അതേ സമയത്ത് വാഷിങ്ടണിൽ പോയ ഒരാൾ അവിടുത്തെ ഒരു ഉമ്മാനോട് പറഞ്ഞ് നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനത്തെ. എന്തുകൊണ്ട്? വാഷിങ്ടണിലെ അമ്മച്ചിക്ക് നെയ്യപ്പം എന്താന്ന് അറിയില്ല. ഹംബർഗർ എവിടെ? എന്തുകൊണ്ട്? ഹംബർഗറിന് അവർക്ക് പറയടോ ഉപ്പല്ലടാ, ഉപ്പ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹബ്ബത്ത് ചെയ്യണമെങ്കിൽ ഹബീബായ നബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് നബിയിലേക്ക് പഠിക്കുക. എന്ത് പഠിക്കുക? നബിയെ കുറിച്ച് അറിവില്ല എന്ന വഴിക്ക് പഠിക്കുക. അറിയും എന്ന വഴിക്ക് പഠിക്കുന്ന വിഡ്ഢികളുണ്ട്. അവർ ഈ ദുനിയാവ് നാശാക്കി. ഇതിപ്പോ നമ്മളും അങ്ങനെയാണ്. വഹാബികളും ജമാഅത്തുകാരും ഒക്കെ പുറത്തിറക്കിയ IPHന്റെയും യുവതയുടെയും പുസ്തകം നോക്കിയിട്ട് നബിയെ പറ്റി പഠിച്ചിട്ടാണ് ഇപ്പൊ മൂല്യന്മാർ വയലെന്ന് പറയുന്നത്. ആ മൂല്യരെ വയൽ ഒരു വട്ടം കേട്ടാൽ ആ കാത് 2 വട്ടം കേൾക്കണം. എന്റെ അള്ളാന്റെ ഹബീബിനെ മനസ്സിലാക്കലല്ല, മുത്തു മുഹമ്മദ് മുസ്തഫ മുത്തുനബിയെ മനസ്സിലാക്കൂ എന്നാൽ മനസ്സിലാക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കലാണ്. വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസൽ ലൗ അൻഹു ബിൽ ഉലുമി മൗലാ യസല്ലി വസല്ലിം ദായിമൻ അബദാ ലിൽ ഖൽഖി കുല്ലിഹിം. നിന്റെ ബാഹ്യം നീ കഴുകിയിട്ട് ആന്തരം കഴുകാൻ ഇറങ്ങണം. ആദ്യം ബാഹ്യം കഴുകണം, പക്ഷേ ബാഹ്യം കഴുകുന്നതിൽ നിർത്തരുത്. എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ഒളു എടുക്കണം. ഞാൻ ഒളു എടുത്തു. ലൂറിന് നേരമൊന്നുമല്ല, ഞാൻ ദായിമുൽ ഉളുവാകാൻ തീരുമാനിച്ചു നോക്കി. ഈ കൊല്ലം റബീഉൽ അവ്വൽ 29 ഒരു പ്രതിജ്ഞ ചെയ്യണം. ഈ സദസ്സിലുള്ളവർ എന്റെ ആയുസ്സിൽ ഞാൻ ഉളു ദായിമാക്കും. ദവാമിൽ ഉളു നിയത്തിയതല്ല സുഗന്ധ. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഒളു കൊടുത്തല്ല, പിന്നെന്തിനാ?
എന്റെ പരിശുദ്ധരെ കൊളുത്തത. പിന്നെ ഞാൻ വ്യഭിചാരത്തെ ചിന്തിക്കൂല. എന്തുകൊണ്ട്? ഞാൻ നന്നാകാൻ വേണ്ടി ഒതുകൊടുത്തു. ഇപ്പോൾ ഞാൻ നിസ്കാരത്തിൽ ആയവനെ പോലെയാണ്. മനസ്സിലായോ? നിസ്കാരത്തിൽ ആയവനെ പോലെയാണ്. സദാ നിസ്കാരത്തിൽ ആയവനെ പോലെയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പോൾ പിന്നെ വ്യഭിചാരം ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. സിനിമ പോസ്റ്റർ നോക്കാൻ കഴിയില്ല. കാരണം എനിക്ക് എന്തുണ്ട്? പറ ഉറക്കെ വെറുതെ ഇരിക്കല്ല. എനിക്ക് എന്തുണ്ട്? ഒന്നുണ്ട്. ഞാൻ അങ്ങനെ സിനിമ പോസ്റ്റർ നോക്കാം. പത്രം വായിച്ചപ്പോൾ തന്നെ ഒരു സിനിമ നടിയും പോസ്റ്ററും ഒക്കെ എന്നിട്ട് മറിഞ്ഞു വന്നു. ഞാൻ വേഗം അവിടെ നിന്ന് മറിച്ചിട്ടു. എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്തുണ്ട്? അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ഖബാഇഹിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കാനും തടയാനും ഈ വുളൂഇന് കഴിയും. പുറത്ത് വുളു എടുത്തത് അകത്ത് ശുദ്ധിയാക്കാൻ വേണ്ടിയാകണം. പിന്നെ നിനക്ക് എളുപ്പത്തിൽ കിട്ടാൻ കഴിയും. എളുപ്പത്തിൽ കിട്ടാൻ കഴിയും. കുട്ടികളെ അവർ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് അള്ളാഹുവിന്റെയും അവരുടെയും ഇടയിൽ മറയിട്ടിട്ടുള്ളത്. അത് മാറ്റിവെച്ചാൽ അവനും ഉടമയും അടിമയും തമ്മിൽ എന്തില്ല? മറയില്ല. മനസ്സിലാക്കിയില്ലേ? മനസ്സിലായില്ലേ എന്റെ മക്കളെ? ഈ സൂറത്ത് മുത്തഫിഫിൻ അല്ലേ? അല്ലേ? കല്ല കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകളാണ് അവർക്ക് മറയായിട്ടുള്ളത്. എന്തിനെ തൊട്ട്? അള്ളാഹുവിനെ തൊട്ട്. അള്ളാഹുവിനെ കെട്ടാൻ അവർക്ക് കഴിയുന്നില്ല കൽബിനെ. കാരണം അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകൾ. ഏതാ സൂറത്ത്? മുത്തഫിഫീൻ. ഏതാണ് ആയത്ത്? കല്ലാ ബൽ റാന. ഉറക്കെ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന യക്സിബൂൻ മാളിയല്ല മുളാറാത്ത. പ്രസന്റ് മനസ്സിലായില്ലേ? ഫ്യൂച്ചറിനും പ്രസന്റിനും പറയുന്ന വാക്കാണ് മുളാറാത്ത്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകളാണ് അവർ അള്ളാഹുവിന്റെയും അവരുടെയും ഇടയിൽ മറയായത്. നമ്മൾ ഒന്നു എടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് തിന്മ ചെയ്യാൻ നന്നാകാൻ വേണ്ടിയാ ഒന്നു എടുത്തു. നിസ്കരിക്കാനല്ല. നിസ്കരിക്കാൻ ഒന്നു ഏത് ഫാസി കൊടുക്കും? ഇത് ഈ ഒന്നും അങ്ങനെയല്ല. ഇത് നന്നാകാൻ എടുത്ത. ചിലപ്പോൾ നിസ്കാരത്തിന്റെ വുളുവിന്റെ 1000 ഇരട്ടി ശക്തി വുളുവിനുണ്ടാവും. എന്റെ നിസ്കരിക്കാൻ വേണ്ടി എടുത്തല്ല, ഇത് മനസ്സിനെ നിസ്കരിപ്പിക്കാൻ എടുത്തു. തെറ്റിപ്പോവില്ല. ചിന്ത എവിടെ ചിന്ത? എനിക്കുള്ളുണ്ട്. അപ്പോൾ ബാഹ്യത്തിനെ നീ ശുദ്ധിയാക്കണം. എന്തിന്? ആന്തരത്തെ ശുദ്ധിയാക്കാൻ വേണ്ടി. ശുദ്ധിയാക്കാനാ മുഹമ്മദ് നബി വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന്റെ കാര്യം പിന്നെ പറഞ്ഞു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. കിതാബ് പഠിപ്പിക്കുന്ന കാര്യം പിന്നെ പറഞ്ഞു. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കലാണ് നബിയുടെ പ്രധാന ജോലി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? ഉള്ള ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ കൽപ്പം കെട്ടിപ്പോണം. ഏത്? അല്ലാഹ് എന്ന അടിസ്ഥാനത്തിൽ. എന്നാലോ നീ പേടിക്കണ്ട, അവിടെ കെട്ടാൻ കഴിഞ്ഞാൽ. അപ്പോൾ നീ ആരിഫാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളാക്കി തരട്ടെ. മനസ്സോർക്ക് അള്ളാഹു ആരിഫാക്കി തരട്ടെ. ആരിഫാവ് എന്ന് പറഞ്ഞാൽ നിന്റെ ഉദ്യോഗം എന്തായാലും വേണ്ടില്ല, നീ ആരിഫാവ്. ഉദ്യോഗം എന്തായാലും ആരിഫാകാം. നീ കേംബ്രിഡ്ജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാ, അപ്പോൾ നീ ആരിഫാകാം. നീ പള്ളിയിൽ ജോലിയുള്ള മോലിയാരാ, അപ്പോൾ നിനക്ക് ആരിഫാകാതിരിക്കാം. എങ്ങനെയും വരും. ബ്രണ്ണൻ കോളേജിലെ പ്രൊഫസർ ഒരിക്കൽ മുത്തനബിയെ സ്വപ്നം കണ്ടിട്ട് എന്നോട് ഒന്ന് ചോദിച്ചു. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പ്രൊഫസറാവുന്ന കാലത്ത് അവിടെ പള്ളിയിൽ നേരം കിടന്നപ്പോൾ റസൂലുള്ളാഹി സ്വപ്നം കണ്ടു. പക്ഷെ ഡൗട്ട്. എന്താ ഡൗട്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാൻ ഇട്ടിട്ടുണ്ട്, ഓട്ടിട്ടുണ്ട്. പള്ളിയുടെ ഹൗദിൻ്റെ ഇങ്ങനെ കയറി വന്നു. ഞാൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കയറി ഇങ്ങനെ വന്നു. വല്ലാത്ത മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല, അത്ര സൗന്ദര്യം. പറഞ്ഞപ്പോൾ ഔസാഫൊക്കെ ചോദിച്ചു. റസൂലുള്ളാഹി തന്നെ, മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്റെ ഡൗട്ട് ഫാൻഡിലെ വന്ന് ഫാൻഡിൽ വരാൻ അവിടുത്തെ നടക്കണ സ്ഥലല്ലേ. ഇന്ന് റസൂൽ ഉണ്ടെങ്കിൽ ജനീവയിലായിരിക്കും പ്രസംഗിക്കുക. കാരണം മാറസലാക്കയില്ല. ലോകത്തിനെല്ലാം വലിയ ഒരു സഭയല്ലേ ജനീവയിൽ. അപ്പൊ ഇന്ന് റസൂൽ ഉണ്ടെങ്കിൽ ജനീവയിൽ പ്രസംഗിക്കാം, യുഎൻഎയിൽ പ്രസംഗിക്കാം. ഫാൻഡിയുടെ കുപ്പയുടെ കോട്ടിട്. മനസ്സിലായില്ലേ? പള്ളിപ്പണിയിൽ 40 കൊല്ലായി നബിയെ സ്വപ്നത്ത് കണ്ടിട്ടില്ല. ഒരു
ഭൗതികമായ കോളേജിന്റെ പ്രൊഫസറാ. നബിയെ സ്വപ്നത്തിൽ പലവട്ടം കാണാം. കേംബ്രിഡ്ജിൽ നിന്ന് പഠിച്ച് തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് വാങ്ങി വന്ന ആളാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഹബീബായ നബിയെ പറ്റി ഒരുപാട് കവിതയും ലേഖനവും എഴുതി. മരിക്കാനായപ്പോൾ സ്വന്തം മകൻ ജാവേദിനോട് പറഞ്ഞു, ജാവേദേ, ആ അലമാരെ ഞാൻ എഴുതി വെച്ച ലേഖനങ്ങളും നബിയെ പറ്റി എഴുതിയ ലേഖനങ്ങളും ഞാൻ നബിയെ പറ്റി എഴുതിയ കവിതകളും മാറ്റിവെക്കണം. അപ്പോൾ ചോദിച്ചു, ബാപ്പ എന്റെ നബിയോടുള്ള ഹബ്ബുകളെ കൽബിന് പോയോ? അപ്പോൾ പറഞ്ഞു, മോനെ, എനിക്ക് നബിയോടുള്ള ഹബ്ബ് ഇപ്പോഴാണ് മനസ്സിലായത്. നബിയെ മഹബത്തിലേക്ക് ഞാൻ പിന്നീടും അള്ളാഹു എനിക്ക് വാതിൽ തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് നബിയിലേക്ക് എന്റെ കവിതകൾ മതിയാവൂല. അപ്പോൾ പിന്നെ അതിനവിടെ അങ്ങനെ വെക്കാൻ പാടില്ല. നബിയിലേക്ക് ചൊത്തി നോക്കിയാൽ എന്റെ വരികൾ നിസ്സാരമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അവിടെ മുസാഫ് ഫൗണ്ടേഷൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മദഹ് ഖുർആനാണ്. ഖുർആൻ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ്. മുഹമ്മദ് മുസ്തഫ ഖുർആൻ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മകൻ ജാബീദ് മുസാഫ് തുറന്നു. വന്നജ്മി സൂറത്താ കിട്ടിയത്. ബാപ്പനോട് ചോദിച്ചു, ഖുർആൻ മുഴുവനും ബാപ്പ അള്ളാഹു റസൂലിന്റെ മദഹാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, ഖുർആൻ മുഴുവൻ അള്ളാഹു റസൂലിന്റെ മദഹാ. വന്നജ്മി, ഇതിലേതാ അള്ളാഹുന്റെ ഹബീബിന്റെ മദഹ്? അപ്പോൾ പറഞ്ഞു, അന്നജ്ം മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹു നബിയെ കൊണ്ട് സത്യം ചെയ്ത നജ്ം എന്നെ മുഹമ്മദ് മുസ്തഫയാണ്. അല്ല, ആകാശത്തെ നക്ഷത്രമല്ല, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നക്ഷത്രം അത് മുഹമ്മദ് മുസ്തഫ. വന്നജ്മി, അത് മുഹമ്മദ് മുസ്തഫയാണ്. അത് പറഞ്ഞു എന്റെ ആരാ 40 പള്ളിക്കത്തെ കളിയാണോ? അല്ല, കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥിയാ, ഡോക്ടറേറ്റ് വാങ്ങിയ കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥിയാ. ഹബീബല്ലാത്ത കൽബിലില്ല. എന്തുകൊണ്ട്? കൽബിനെ അള്ളാഹുലേക്ക് കിട്ടുന്നതിൽ ഈ ഡോക്ടറേറ്റ് വാങ്ങിയ കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥി വിജയിച്ചു. പള്ളിയിൽ 50 കൊല്ലം പണിയെടുത്തിട്ടും നമ്മൾ വിജയിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? കൽബ അതിന്റെ പിന്നാലെയാണ്. നിസ്കരിക്കാൻ വേണ്ടി കൂടിയിട്ട് നിസ്കാരത്തിൽ നിന്ന് കയ്യും കഴിച്ച് പുറത്തേക്ക് പോയി മമ്പറത്തെ തങ്ങൾ പാപ്പ. തങ്ങളറിയാത്ത ഒരു സദസ്സുമാണ്. അങ്ങനെ മുസാഫറായി വന്നതാ. അങ്ങനെ എന്ത് ചെയ്തു? പള്ളിയിൽ ജുമാ കൂടി. ജുമാ നിസ്കരിക്കുന്നതിനിടയിൽ കയ്യും കഴിച്ച് പുറത്തേക്ക് പോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കൊക്കെ ഒരു ദേഷ്യം. അവിടെ ഒരു പുതിയ മുസാഫിർ വന്നു. അയാള് കയ്യൊക്കെ കഴിച്ചു. അയാൾ നിസ്കാരത്തിന് അയാൾക്ക് എന്ത് പിരാന്ത? അല്ലാതെ നിർബന്ധിപ്പിച്ചപ്പോൾ പറഞ്ഞു, ചാണകം മണക്കുന്നുണ്ട് ഇമാമിനെ, അതുകൊണ്ടാണ് ഞാൻ ചാണകം മണക്കുന്നുണ്ട്. അപ്പൊ അതിൽ വലിയ ബഹളായി. കാലിൽ കുള്ളാത്തായ വലിയ ആലിമിനെ ചാണകം മണക്കുന്നുണ്ടെന്നോ നിസ്കരിച്ചപ്പോ. അപ്പോൾ ഇമാമിനോട് ആരോ പറഞ്ഞ്, ചാണകം മണക്കുണ്ടെന്നാ ഇയാൾ പറയുന്നത്. ഇമാമിന് കാര്യം മനസ്സിലായി. മാപ്പാക്കണം, തെറ്റിന്റെ അടുത്ത് തന്നെയാ. തക്ബീറത്തുൽ ഇഹ്റാം എന്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ട് ഒരാഴ്ച ആവുക, ഹഖീഖത്തെടുക്കണം. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയപ്പോൾ എന്റെ മനസ്സിൽ മൂലിക്കുട്ടനെ എവിടുന്ന കിട്ടാന്ന് വന്ന്. പിന്നെ ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ പോയി കുടുങ്ങി അങ്ങനെ പോയി. ഏഴോയ്ക്ക് പരപ്പനങ്ങാടി കുടുങ്ങി തിരുവങ്ങാടി ഏഴോയ്ക്ക് എവിടുന്ന നല്ല മൂരിനെ കിട്ടുന്ന സ്ഥലം സലാം വിടുന്ന വരെ എന്തായിരുന്നു മൂരി ശരിയാ. എന്നെ ഇവിടെ പറഞ്ഞ് എന്ത് ചാണകം മണക്കുണ്ട് ഇമാമിനെ. കാരണം ഇമാമിന്റെ വേക്കിലാണല്ലോ നമ്മൾ നിന്നത്. ഇമാം ആരെ വേക്കില? എന്തോ ഇമാം ആരെ വേക്കില? മൂരിന്റെ വേക്കിലല്ലോ ചാണകക്കുഴി. ഇമാമിന്റെ വേക്കില് ഇങ്ങനെ 50 കൊല്ലം കഴിഞ്ഞാലും ആരിഫാവും. لا يكون العارف عارفا إذا أعطي مثل ملك سليمان لم يشغله عن الله طرفة عين. لا يكون العارف عارفا عارفا وقيل حتى لو أعطي ملكا مثل ملك سليمان സുലൈമാൻ നബിയുടെ അത്ര പണവും അധികാരവും അയാൾക്ക് കിട്ടിയാൽ പോലും ലം യുശ്ഗിൽഹു, അയാളെ അത് തെറ്റിച്ചു കളയുകയില്ല. അനില്ലാ, അല്ലാഹുവിനെ തൊട്ട് തുർഫത്ത് ഐനിൻ, ഒരു സെക്കൻഡ് പോലും. അപ്പോഴാണ് അവൻ ആരാവുക? അതാണ് ആരിഫ്. തെറ്റൂല. ഉമ്മാനോടുള്ള പ്രേമം കുട്ടിയിലേതാ? കുട്ടിയെ പിടിച്ചിട്ട് ഉമ്മ സ്കൂൾ കൊണ്ടാക്കി. കുട്ടിക്ക് സ്കൂളിൽ നിൽക്കുന്ന പ്രശ്നമില്ല, ഉമ്മാനോട് പ്രേമാണ് പ്രശ്നം. ഉമ്മ തിരിച്ചു വന്നപ്പോഴോ കുട്ടിക്കാരനെ ഇങ്ങോട്ട് പാഞ്ഞപ്പോൾ ടീച്ചറോ കൈക്കൽത്തുള്ള വേറൊരാളോ പിടിച്ചുകൊണ്ട് ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു തല ഇങ്ങനെ ആവും ഉമ്മന്റെ മുഖത്തേക്ക്. മനസ്സിലായില്ല. അവൻ അങ്ങോട്ട് വലിക്കുമ്പോഴും കൽബ് കേട്ട
ഇതന്നെ ആരിഫിന്റെ അവസ്ഥ. ആരിഫിനെ ദുനിയാവിലേക്ക് വിളിച്ചാലും മനസ്സിൽ ആരായിരിക്കും? മനസ്സിലായോ? എന്നിട്ട് ആ സ്കൂൾ വിടുന്നവരെ ഏത് പാഠമെടുത്താലും ആ പാഠത്തിൽ ചിന്തിക്കാതെ ഉമ്മാനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇരുന്ന് കരയും. 3:30-4 മണിക്ക് സ്കൂൾ വിട്ടാൽ ഓടും, ഒന്നും കഴിച്ചിട്ടില്ല, വീട്ടിലേക്ക് ഓടും. അപ്പോൾ അച്ഛൻ ഉമ്മാന്റെ കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഭക്ഷണത്തിനല്ല ഓടുക, കെട്ടിപ്പിടിച്ചിട്ട് കരയും. അവന് ഭക്ഷണം അവന് വേണ്ടത് പറയേ ഉമ്മാന്. പിന്നെ 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 ഉമ്മാന്റെ കൽബിന് പോവും. പിന്നെ അവന്റെ കൽബിൽ ഭക്ഷണം. പിന്നെ അവൻ വരുമ്പോഴത്തേന് ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഉമ്മാന് ചീത്ത. അവന്റെ കൂടെ ഇല്ല, ഹബ്ബ് മാറി. മനസ്സിലായില്ലേ? ആദ്യം ആരോടായിരുന്നു ഹബ്ബ്? ഉമ്മാനോട്. പിന്നെയോ ഭക്ഷണത്തിനോട്. നമ്മളെ ഭാര്യ നമുക്ക് വളരെ ഇഷ്ടം. അവളെ പൊരേ ചെന്നപ്പോൾ മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കിട്ടിയില്ല. മനസ്സിലായോ? നല്ല ഭയങ്കര ഇഷ്ടം അവളോട്, നമുക്ക് ഭയങ്കര ഇഷ്ടം. അവളെ വീട്ടിൽ ചെന്നപ്പോൾ മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ സൽക്കാരം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഉമ്മ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു സൽക്കാരം? പടച്ചോൻ, സൽക്കാരം എന്ത്? അത് ഉമ്മ നിങ്ങൾ ഉണ്ടാവണ്ടേ പറഞ്ഞാ തീരൂല. അവിടുന്ന് മര്യാദയ്ക്ക് ചോറിട്ടില്ല എന്നുള്ളത് നമ്മൾ പറയില്ല. അത് ചിന്തിക്കൽ പോലും നമുക്ക് ഹറാമായിരിക്കും. കാരണം നമ്മളെ ചോറോളാ തിരിച്ച്. മനസ്സിലായില്ല? തിരിച്ച് ഓളോട് പ്രേമം കിടില്ല നിൽക്കാം. 1ാം സൽക്കാരത്തിന് പോയി വന്നപ്പോൾ പറയും അത് നമുക്ക് ശരിയാവില്ല. എന്തേ? ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കേണ്ടത്, ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറേണ്ടത്, ഒരു മനുഷ്യനെ എങ്ങനെ സൽക്കരിക്കേണ്ടത് അവർക്ക് അറിയില്ല. ഇങ്ങനെ നല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ചെങ്ങായിമാരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒന്നാവില്ല, ഭയങ്കര ഉഷാറായിരിക്കും, ഞാൻ മാനം കിട്ടും. മറ്റത് മാനം കെട്ടിട്ടുണ്ട്. ചെങ്ങായിമാർക്ക് മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചു വരുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിച്ച് വേണ്ടെടുത്തുന്നോളി പൈസ എടുത്തിട്ട് മറ്റു മര്യാദയ്ക്ക് രണ്ടാം കൊടുത്താലും ശരിയായിട്ടില്ല. എന്റെ ഇവിടെ ഹുബ്ബിന്റെ വ്യത്യാസമാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു എന്നത് ഖൽബിൽ വരണം, ചുണ്ടിൽ വന്ന പോലെ. അതിനെന്ത് ചെയ്യണം? ഒരു അമല് പറയാ. അമല് ഞാൻ ആവർത്തിച്ച് പറയാ. ഇന്ന് മുതൽ നിയത്ത് ചെയ്യാ. ഈ സദസ്സിലുള്ളവർ നിയത്ത് ചെയ്യും. കൈയുള്ളവർക്ക്, മനസ്സുള്ളവർക്ക് ആർക്കാനും വേണ്ടി ഒക്കാനിക്കണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദവാമുൽ ഉളു ദായിമാക്കും എന്ന്, എപ്പോൾ ഉളു മുറിഞ്ഞാലും ഉളു എടുക്കും എന്ന് മനസ്സുള്ളവർക്ക് ഞാൻ പറയാം. ഒന്നും കൂടി പറയാം. ഒരിക്കൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സയ്യിദ് ബിലാൽ ഈ കൊല്ലത്ത് റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്തത് എന്നൊരു ഖൽബിലേക്ക് വരണമല്ലോ. ഒരു കാര്യം ഈ കൊല്ലം ഏറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബാ നബി ചോദിച്ചു, ബിലാലെ എന്തൊരു വലിയ സ്ഥാനമാണ് നിങ്ങൾക്ക്. സബഖതനി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു എനിക്ക് സ്വർഗ്ഗം കാണിച്ചു തന്നപ്പോൾ ഇന്നലെ നിങ്ങൾ എൻ്റെ മുന്നിലാണ്. ഇന്നലെ നിങ്ങൾ എൻ്റെ മുന്നിലാണ് എന്ന് മാത്രമല്ല, സമിഅതു ദഫന അലൈക, നിങ്ങളെ ചെരുപ്പിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അത്രയും മുന്നിലാ. മാദാ അയ്യു അമലിൻ അമൽതഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ വന്നിട്ട് നിങ്ങൾ ഇത്രയേറെ ചെയ്ത അമലേത് എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ബിലാലിനോട് ചോദിച്ചു. അപ്പോൾ നബി, ഞാൻ ഇസ്ലാമിൽ വന്നിട്ട് പ്രത്യേക അമൽ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഇല്ല 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 അന അഹ്ദസു അതവല്ലഉ, എപ്പോൾ ഉളു മുറിഞ്ഞാലും ഞാൻ ഉളു എടുക്കും. ഫഉസല്ലി റകഅതൈൻ, പിന്നെ 2 റകഅത്ത് നിസ്കരിക്കും. ഫഖാല നബി, അപ്പോൾ റസൂൽ പറഞ്ഞു അതന്നെ. മനസ്സിലായില്ല? റസൂലുള്ളാഹിന്റെ മുന്നിൽ സ്വർഗ്ഗത്തിൽ ഓടാൻ അല്ലാഹു അനുവാദം കൊടുത്തു. ആർക്ക്? സയ്യിദ് ബിലാൽ. എന്താ ബിലാലിന്റെ പരിപാടി? ഉളു മുറിഞ്ഞാൽ ഉളു എടുക്കും. എത്ര ദൂരെയാണ് നിങ്ങളെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെരുപ്പിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, അത്രയും ദൂരെയാണ് നിങ്ങളെന്ന് മുഹമ്മദ് മുസ്തഫ സയ്യിദ് ബിലാലിനോട് റളിയല്ലാഹു അൻഹു. ഇന്ന് റബീഉൽ അവ്വൽ 29. ഒരു കാര്യം ചിന്തിക്കൊണ്ടുവരിക. ഒരു പ്രശ്നം പഠിക്കണ്ട, എല്ലാ പ്രശ്നവും അവരിക്കും. കൽബിനെ കെട്ടിക്കൊണ്ടിരാൻ കഴിയും. പക്ഷെ ഒന്നു കൊടുക്കും, നീ എത്തിയണം, ഞാൻ നന്നാകാൻ വേണ്ടി ഞാൻ ഒന്നു കൊടുക്കുന്നു. നിസ്കരിക്കാനല്ല, മുമ്പോൽക്കാനല്ല. ഇതുകൊണ്ട് നിസ്കരിക്കാം, ഇതുകൊണ്ട് എന്തും ചെയ്യാം, ഏറാൻ കിട്ടും, ഒക്കെ പറ്റും. പക്ഷെ ദൈനൊന്നല്ല. ഇതെന്തിനാ? നമ്മൾ കൽബിനെ നിസ്കരിപ്പിക്കാനാണ്. അതിൽ സലാം വിടൂല. എപ്പോൾ ഒന്നു പറഞ്ഞാൽ അപ്പോൾ കൽബ് നിസ്കാരത്തില്ല. ഇപ്പോൾ നമ്മൾ വുളു ചെയ്യുമ്പോൾ പോലും വുളുവിലല്ല, നിസ്കരിപ്പോൾ നിസ്കാരത്തിലും അല്ല. അവസ്ഥയും മാറണം. മനസ്സിലായില്ലേ? ഇനി ഈ സദസ്സിലുള്ളവർക്ക് കൈപ്പൊക്കാം. പാലിക്കാൻ കഴിയുന്നവർ കൈപ്പൊക്കാം. 113ാമത്തെ ക്ലാസ്സാണ്. ഒരു ക്ലാസ് ഒന്നുമില്ലാതല്ല. 20-21 കൊല്ലായി. ഈ 21 കൊല്ലം ഒരു വേള ഒരു ക്ലാസ് ഒന്നുമില്ലാതെ എടുത്തതായി എനിക്കോർമ്മല്ല. അതല്ല, ഇപ്പോൾ ഇൽമല്ല, അള്ളാഹു തന്നതാ. അപ്പൊ കൈപ്പൊക്കുന്നവർക്ക് ഒന്നുകൂടി കൈപ്പൊക്കാം. ഞാൻ നോക്കട്ടെ.
ചെയ്യുമല്ലോ അല്ലേ? ഉറപ്പന്നല്ലേ? പറയും ഉറപ്പന്നല്ലേ? പറയും ഉറപ്പന്നല്ലേ? ഉറപ്പന്നെ. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷെ ഇവിടെ പറയണ്ട. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞ ചെയ്യണം. ഏറ്റവും പണി കൊടുക്കുക, ബാഹ്യം ശുദ്ധിയാക്കുക, ആന്തരം ശുദ്ധിയാക്കാൻ വേണ്ടി. എന്നിട്ട് കൽബ് അല്ലാഹുവിലേക്ക് തവജ്ജുഹാക്കുക. പിന്നെ ഈ പേടിക്കണ്ട, ഒരു പേടി പേടിക്കണ്ട. ഇതിനേക്കാൾ വലിയ ദുശക്തികൾ വിഴുങ്ങാൻ വന്ന കാലത്ത് നമ്മളെ നേതാക്കന്മാരെ അവർ വിഴുങ്ങിയില്ല. എന്തുകൊണ്ട്? നമ്മളുടെ നേതാക്കന്മാരെ തൊടാൻ അവർക്ക് കഴിയൂല. കാരണം അവരുടെ മേൽ ആരുണ്ട്? അല്ലാഹുവിന്റെ നോട്ടം. എന്തുകൊണ്ട്? അവർ അല്ലാഹുവിലാണ്.